ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഷെയർ ചെയ്യാനുള്ളത് ഒരു ഇൻഫർമേഷനാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഏകദേശം 7500ഓളം രൂപ പോയി കിട്ടി. അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളൊരു ചിന്തയിലാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഈ 2 വീലറിൽ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിൽ, ഉദാഹരണത്തിന് ഒരു മാർക്കറ്റോ അല്ലെങ്കിൽ ഒരു കടയോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ വീടോ ഒക്കെയാണ്, ഒരു 200-300 മീറ്ററൊക്കെ വ്യത്യാസമേ ഉള്ളൂ നമ്മുടെ വീട്ടിൽ നിന്നെങ്കിൽ നമ്മൾ സാധാരണയായി ഹെൽമറ്റ് ഉപയോഗിക്കാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം, ഈ പഴയതുപോലെ ഇപ്പോൾ മുക്കിന് പോലീസിൻ്റെ ചെക്കിംഗ് ഒന്നുമില്ല. മാത്രമല്ല, ഈ അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ AI ക്യാമറയും ഇല്ല. അപ്പോൾ ഈ ഒരു ധൈര്യത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇങ്ങനെ തന്നെയാണ് പുറത്തേക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഈ അടുത്തിടെയായിട്ട് ഒരു 2-3 ദിവസത്തിന് മുമ്പ് എൻ്റെ പരിവാഹൻ സൈറ്റ് അതിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എനിക്ക് 7500 രൂപയുടെ ഫൈൻ വന്ന് കിടക്കുകയാണ്. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, ഇതെന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഫൈൻ വന്നത്. കാരണം ഈ മെയിൻ സെൻറ്ററുകളിൽ, ഈ പോലീസിൻ്റെ നിരീക്ഷണം കൂടുതലുള്ള സ്ഥലങ്ങളിൽ, പിന്നെ ഈ AI ക്യാമറ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ ഹെൽമറ്റ് വയ്ക്കാതെ പോകാറില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് ഇത്രയും ഫൈൻ വന്നത് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. കാരണം നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെയൊക്കെ നിയറസ്റ്റ് സ്ഥലങ്ങളാണെങ്കിൽ ഈ അരുപ്പാറ കഴിഞ്ഞ് പോത്തങ്കോട്, അതുപോലെ മണ്ണന്തല, ശ്രീകാര്യം, കഴക്കൂട്ടം പോലുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോകുമ്പോൾ AI ക്യാമറ ഉള്ള സ്ഥലങ്ങളിലെല്ലാം പോകുമ്പോൾ ഹെൽമറ്റ് വയ്ക്കാറുണ്ട്. പക്ഷേ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ഫൈൻ വന്നിട്ടുള്ളത് ഈ മെയിൻ സെൻറ്ററുകളിൽ നിന്നല്ല, ഈ റൂറൽ ഏരിയകളിൽ നിന്നാണ്. എന്ന് വെച്ചാൽ ഒരു തവണ ഇവിടെ അരുപ്പാറ നിന്ന്, ഒരു തവണ പൗടിക്കുണത്ത് നിന്ന്, ഒരു തവണ കേരളാതിപുരത്ത് നിന്ന്. അപ്പോൾ ഇവിടെ ഒന്നും AI ക്യാമറയൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊന്നും പോലീസ് എന്നെ ചെക്ക് ചെയ്തിട്ടുമില്ല. അങ്ങനെ ഇതിൻ്റെ കാരണത്തെ പറ്റിയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓൾറെഡി പോലീസുകാർ അവരുടെ ജീപ്പോ അല്ലെങ്കിൽ കാറോ ഒക്കെ ഈ റോഡരികിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിൽ കൊണ്ട് ഒതുക്കിയിടുകയും അവിടെ ഇരുന്നു കൊണ്ട് ഇവർ നമ്മുടെ ഈ കാറിനകത്തും അല്ലെങ്കിൽ ജീപ്പിനകത്തും ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ ഫോട്ടോസ് എടുക്കുകയും ചെയ്യും. ഈ നമുക്ക് വരുന്ന ഫൈനിൽ നമ്മുടെ ഫോട്ടോ, വണ്ടിയുടെ ഫോട്ടോ നമ്മളിങ്ങനെ ഓടിച്ച് വരുന്നത്, ആ ഒരു ഫോട്ടോ ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഫൈൻ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ പോലീസുകാരിങ്ങനെ പകുതി വഴിയിൽ ഒളിച്ചിരുന്ന് ഇങ്ങനെ ഫൈൻ ചാർജ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വേറൊരു കൂടുതലായിട്ടുള്ളൊരു കാര്യത്തിലേക്കാണ്. സാധാരണ രീതിയിൽ നമുക്ക് ഹെൽമറ്റ് ഇല്ല എങ്കിൽ ഫൈൻ വരുന്നത് 500 രൂപയാണ്. പക്ഷേ എനിക്ക് വന്നത് 2500 രൂപയാണ്. എനിക്ക് 7500 രൂപ വന്നത് എങ്ങനെയെന്ന് വെച്ചാൽ 3 തവണകളായി 2500 ഇങ്ങനെയാണ് 7500 ആയത്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതെന്താണ് ഇങ്ങനെ ഒരു ഫൈൻ വരാൻ കാരണം, 2500 രൂപ ഹെൽമെറ്റിന്. അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ്. അത് വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഹെൽമെറ്റിന് 500 രൂപ, വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ലാത്തതിന് 2000 രൂപ. എന്ന് വെച്ചാൽ ഫിസിക്കലി ഒരു നിയമലംഘനം നമ്മൾ നടത്തിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഹെൽമെറ്റ് വെച്ചിട്ടില്ല, അങ്ങനെ വരുമ്പോൾ പോലീസുകാർക്ക് ഫോട്ടോ എടുക്കാം. അങ്ങനെ എടുക്കുന്ന ഫോട്ടോയിൽ നമ്മുടെ വണ്ടിയുടെ നമ്പർ കാണും. ഈ നമ്പർ വെച്ചിട്ട് അവർ ചെക്ക് ചെയ്യും നമ്മുടെ വണ്ടിക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ നമ്മൾ ക്ലിയറൻസ് ഇല്ല, ആ കാര്യങ്ങൾക്കൊക്കെ അവർ ഫൈൻ അടിച്ച് തരുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളൊക്കെ ഇത്രയും നാൾ ഞാനും വിചാരിച്ചിരുന്നത് നമുക്ക് ഇൻഷുറൻസ് ഇല്ല, പൊല്യൂഷൻ ഇല്ല, അല്ലെങ്കിൽ ടാക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട, പഴയതുപോലെ ഇപ്പോൾ പോലീസ് ചെക്കിംഗ് ഒന്നും ഇല്ല, അതുകൊണ്ട് രക്ഷപ്പെടാമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ഇതുപോലുള്ള എന്ത് ഡോക്യുമെൻ്റ് ഇല്ലെങ്കിലും നമുക്ക് പണിയാണ്. ഇപ്പോൾ പൊല്യൂഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യത്തെ തവണ 2000 രൂപയായിരിക്കും ഫൈൻ കിട്ടുന്നത്. പക്ഷേ ഇതേ നമ്പറുള്ള വണ്ടിയിൽ രണ്ടാമത്തെ തവണയും പൊല്യൂഷൻ ഇല്ലാതെയാണ് പിടിക്കുന്നത് എങ്കിൽ 10000 രൂപയാണ് ഫൈൻ. ഇപ്പോൾ നമുക്ക് പൊല്യൂഷൻ എടുക്കാൻ വെറും 70-80 രൂപയേ ആവുകയുള്ളൂ അല്ലേ. പക്ഷേ അതിന് ഫൈൻ നമ്മൾ 10000 രൂപയൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ ആ ഒരു ചെറിയൊരു കാശ് ലാഭം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന പണിയെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒന്ന് മനസ്സിലാക്കുക. ഇതാണ് പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഒരു ഇൻഫർമേഷൻ. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും രസകരമായത്. എനിക്ക് 3 ഫൈൻ വന്നതിൽ ഒരു ചിത്രം ഞാൻ നോക്കിയപ്പോൾ അതിൽ ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്, എന്നിട്ടും അവർ എനിക്ക് ഫോട്ടോ എടുത്ത് ഫൈൻ അടിച്ചു തന്നു. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? നമ്മളൊക്കെ വളരെ മഹാമനസ്കരായിട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ചാൽ വഴിയിൽ ഒരാൾ നിന്ന് നമ്മളെ വണ്ടിക്ക് കൈ കാണിക്കുകയാണെങ്കിൽ അയാൾക്ക് ലിഫ്റ്റ് കൊടുക്കാതിരുന്നാൽ നമുക്ക് ഭയങ്കര വിഷമമാണ് മനസ്സിനല്ലേ. അതുകൊണ്ട് നിങ്ങളെപ്പോലെ തന്നെ ഞാനും അന്നൊരു പയ്യന് മണ്ണന്തല വെച്ച് ഞാനൊരു ലിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോയിൽ വ്യക്തമായിട്ട് കാണാം എൻ്റെ പിറകിലിരിക്കുന്ന ആ പയ്യന് ഹെൽമറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് 500 രൂപ ഹെൽമറ്റിന് ഫൈൻ തന്നത്. അപ്പോൾ ഏതായാലും അവർക്ക് എൻ്റെ വണ്ടിയുടെ നമ്പരും കിട്ടിയല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കിയപ്പോൾ ഇൻഷുറൻസ് ഇല്ല, അതിനും കൂടി 2000 തന്നു. എന്ന് വെച്ചാൽ
നമ്മൾ ഒരാളോട് കാണിക്കുന്ന ഒരു സന്മനസ്സിന് നമ്മുടെ ഗവൺമെൻറ് എനിക്ക് തന്ന പ്രതിഫലം എന്ന് പറയുന്നത് 2500 രൂപയുടെ ഫൈനാണെന്നുള്ളതാണ്. ഇനി എനിക്ക് പറഞ്ഞു തരാനുള്ളൊരു മൂന്നാമത്തെ ഇതിൻ്റെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ളൊരു കാര്യമാണ് ഇങ്ങനെ വരുന്ന ഫൈനുകൾക്ക്. ഇത് സൈലൻറ്റ് കില്ലറാണെന്നുള്ളതാണ്. നമ്മൾ അറിയാറില്ല, നമ്മൾ അറിയുന്നില്ല. നമ്മളിപ്പോൾ അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യത്തെ ഒരു ഫൈൻ കിട്ടുമ്പോൾ തന്നെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് വയ്ക്കും. കാരണം നമ്മുടെ കാശാണല്ലോ പോകുന്നത്. പക്ഷേ നമ്മൾ അറിയാതിരുന്നാലും നമ്മളിതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും, നമ്മുടെ ഫൈൻ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഈ ഒരു പ്രശ്നം, ഞാനിങ്ങനെ ഒരു കാര്യം എൻ്റെ ഒരു സുഹൃത്തിനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവന് 27,000 രൂപയുടെ ഫൈൻ വന്നു എന്നുള്ളതാണ്. അവനും അറിഞ്ഞിരുന്നില്ല. ആദ്യം ഇതുപോലെ 2500, 3000 ഒക്കെ ആയിട്ടായിരിക്കും ഫൈൻ വരുന്നത്. ഇതിങ്ങനെ കൂടി നമ്മൾ അറിയാൻ പോകുന്നില്ല. ഒരു പക്ക സൈലൻറ്റ് കില്ലറാണ്. അതൊരു ഭയങ്കര ഒരു പ്രശ്നമാണ്. എന്ന് വെച്ചാൽ ഗവൺമെൻറ്റിന് സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. നിങ്ങളത് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഒരേ ഒരു വഴിയെന്ന് പറയുന്നത്. നിങ്ങളിത് തിരിച്ചറിയുന്ന ഒരുപക്ഷെ നിങ്ങൾ എന്തെങ്കിലും ഈ വണ്ടി വിൽക്കാൻ നേരത്ത് നിങ്ങളൊന്ന് പേര് മാറാൻ വേണ്ടി ചെല്ലുമ്പോഴായിരിക്കും ഇത്രയും ഒരു ഭീമമായിട്ടുള്ള തുക നിങ്ങൾക്ക് ഫൈൻ വന്ന് കിടക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും അവിചാരിതമായി ഞാൻ ഈ ചെയ്തതുപോലെ എംപരിവാഹൻ്റെ സൈറ്റൊക്കെ എടുത്ത് നോക്കുന്ന സമയത്തായിരിക്കും. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ എംപരിവാഹൻ്റെ ആ ഒരു സൈറ്റ് ഒന്ന്, ആപ്ലിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യുകയോ വല്ലതും ചെയ്ത് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കുക. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഫൈൻ വല്ലതും വന്ന് കിടപ്പുണ്ടോ എന്നുള്ളത്. അതുമാത്രമല്ല, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാത്ത നിങ്ങളുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരിക്കും. അപ്പോൾ അവരിലേക്ക് ഈ കാര്യങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ ഞാനീ പറഞ്ഞതുപോലെ നിങ്ങളൊന്ന് മറക്കാതിരിക്കുക. തൊട്ടടുത്ത സ്ഥലത്താണ് പോകുന്നതെങ്കിലും ഹെൽമറ്റ് വയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇൻഷുറൻസോ ടാക്സോ പൊല്യൂഷനോ ഇല്ലെങ്കിൽ എവിടെന്നെങ്കിലും കടം മേടിച്ചിട്ടാണെങ്കിലും ആരുടെ കയ്യിൽ നിന്നെങ്കിലും ഇരന്നിട്ടാണെങ്കിലും നിങ്ങളതൊന്ന് അടയ്ക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ലിഫ്റ്റ് ചോദിച്ചാൽ മനസ്സ് സ്വല്പം ഒന്ന് കട്ടിയാക്കി വയ്ക്കുക. അവർക്ക് ലിഫ്റ്റ് കൊടുക്കാതിരിക്കുക. കാരണം ഇപ്പം നമുക്കിപ്പോൾ 2500, 3000 രൂപ ഫൈൻ കിട്ടിയത് കൊണ്ട് നമ്മൾ ലിഫ്റ്റ് കൊടുത്ത ആളെ നമുക്ക് ആ കാശ് തന്ന് ഒരിക്കലും സഹായിക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏതായിരുന്നാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും ബൈ.